നമ്മെ ഓരോരുത്തരെയും ഓരോരുത്തരായി കാത്തു പരിപാലിച്ചു, നമ്മുടെ പൗരന്മാരെ കാത്തു പരിപാലിച്ചു, നമ്മുടെ കുഞ്ഞുങ്ങളെ കാത്തു പരിപാലിച്ചു, നമ്മുടെ ഭവനങ്ങളെ കാത്തു പരിപാലിച്ചു. നമുക്ക് പറയുവാൻ നമുക്ക് ഒന്നുമില്ല, ദൈവത്തിന്റെ കരുതെന്നല്ലാതെ ഒന്നുമില്ല. നമ്മുടെ ഈ ഭൂമിയിലേക്ക് ഈ അവസാന മാസങ്ങളിലേക്ക് നോക്കുമ്പോൾ എത്രയോ പേരാണ് അനർത്ഥങ്ങൾപ്പെട്ട് മരിച്ചു പോകുന്നത്. അതുപോലും ചിന്തിക്കാത്ത നനയ്ക്കാത്ത നാഴികയിൽ ആത്മാവിലേക്കും പിടിച്ചു കൊണ്ടുപോവുകയാണ്. സ്തോത്രം സ്തോത്രം. എന്നാൽ നമ്മൾ ഈ ലോകത്തിലൊക്കെ ജീവിക്കുമ്പോൾ നാം പോലും അറിയാത്ത ശത്രു നമ്മെ എത്രയോ വട്ടം തകർത്തുകളാൻ പദ്ധതി. എന്നാൽ അവിടെയൊക്കെ ദൈവത്തിന്റെ വലിയ കരുതൽ അനുഭവിപ്പാൻ, ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുത്തി. ഈ പകൽ സമയം ദൈവസ്ഥാനയിൽ കടന്നു ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ തക്കോണത്തിൽ നമ്മെ ബലപ്പെടുത്തിയതോ ദൈവം നൽകിയല്ലോ നമ്മൾക്കായി ഉപകാരങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദേവദാസനെ കുടുംബത്തെയോട് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുന്നു പറഞ്ഞുകൊണ്ട് വനത്തിലേക്ക് സുരക്ഷിക്കുന്നു. 4-ാം സങ്കീർത്തനം അതിന്റെ 3-ാം വാക്യങ്ങൾ. നമുക്കറിയാമല്ലോ, ഇത് ഓരോ പുത്രന്മാരുടെ ഒരു സങ്കീർത്തനമാണ്. ആ പശ്ചാത്തലത്തിൽ ഞാൻ കടന്നു പോകുന്നില്ല. എന്നാൽ എന്റെ പുത്രന്മാർ പറയുകയാണ്, സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം, എന്റെ ഉള്ളം യഹോവയുടെ പ്രകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എന്റെ ഹൃദയവും എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. പിന്നീട് താൻ പറയുകയാണ്, കുരുകിലൊരു വീടും പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടം കണ്ടെത്തിയിരിക്കുന്നു. എന്റെ രാജാവും എന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ നിന്റെ യാഗപീഠങ്ങളെ തന്നെ. സ്തോത്രം സ്തോത്രം. നോയിക്കേ, കുരുകിലൊരു അവർക്ക് വീടും ഇവൾ പക്ഷി കുഞ്ഞുങ്ങൾക്ക് കൂടും യാഗപീഠത്തിന്മേൽ അവരെ കണ്ടെത്തിയെന്ന് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്. നമുക്കറിയാം, ദൈവത്തിന്റെ യാഗപീഠം അതേ പരിശുദ്ധമായ സ്ഥലമാണ്. അവിടെ ഒരു ചലന്തി വല പോലും ഒരു കീടം പോലും പ്രവേശിപ്പാൻ അവർ അനുവദിക്കത്തില്ല. കാരണം അത് ഇത്ര വിശുദ്ധിയോടെ വേർപാടെ കാത്തു പരിപാലിക്കുന്ന ഇടത്ത് അവിടെ മികൽപക്ഷിയോ കുരികളോ കൂട് കൂട്ടിയെന്നല്ല അർത്ഥമാക്കുന്നത്. എന്നാൽ അവിടെ നമുക്കറിയാം, ഈ കുരുകളും മേൽപക്ഷിയും ഒക്കെയും അവർക്ക് നിർഭമായി വസിക്കുവാൻ കഴിയുന്നിടത്ത് മാത്രം അവിടെ കൂടുണ്ടാകത്തുള്ളൂ. നമുക്കറിയാം, ഇവിടെ യാഗപീഠത്തിന്മേൽ ഗൃഹങ്ങളെ യാഗം കഴിക്കുന്ന ഇടമാണ്. അവിടെ പുരോഹിതന്മാർ നിന്ന് അവർ വിശുദ്ധിയോടെ വേർപാടോടെ ഓരോരുത്തരെയും പാപങ്ങൾക്ക് വേണ്ടി യാഗം കഴിക്കുമ്പോൾ അവിടെ അരുതാത്ത വാക്കുകളോ അരുതാത്ത പ്രവൃത്തികളോ ഒന്നും നടക്കുന്നില്ല. അവിടെ സമാധാന സന്തോഷത്തോടെ ആ പുരോഹിതന്മാരുടെ യാഗം കഴിക്കുമ്പോൾ നോക്കിയേ, അവിടെ ഒരു ശത്രു കടക്കത്തില്ല. കാരണം അത് വിശുദ്ധ സ്ഥലമാണ്. സ്തോത്രം. അവിടെ അന്യായ വാക്കുകളോ പ്രവൃത്തികളോ ഒന്നും നടക്കത്തില്ല. അവിടെ ശാന്തമായിട്ട് നോക്കിയേ, അവിടെ യാഗം കഴിക്കുമ്പോൾ അതിന്റെ ഇടയിൽ കടന്നു വന്ന് കുരുകിൽ സ്തോത്രം അവർക്കൊരു വീട് കൂട്ടുവാൻ, അവർക്കൊരു കൂടുണ്ടാക്കുവാൻ അവർ പരിശ്രമിക്കുക. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രിയമുള്ളവരെ, നമുക്കറിയാമല്ലോ, യാഗപീഠത്തിന്റെ അടുക്കൽ മാത്രമേ ഒരു മനുഷ്യന്റെ അവന്റെ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ കഴിയത്തുള്ളൂ. അനേക ഗൃഹങ്ങളെ കൊന്ന് അല്ലെങ്കിൽ പക്ഷികളെ കൊന്ന് അവിടെ യാഗം കഴിക്കുന്നിടത്ത് ഈ ബലഹീനമായ പക്ഷികൾ വന്ന് കൂടുണ്ടാക്കുവാൻ, അവരവിടെ ജീവിക്കുവാൻ, അവരെ കൂടുകൂട്ടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവിടെ സ്തോത്രം നാം നമ്മളെ അവരെക്കാൾ ശക്തിയുള്ള ബലമുള്ള മനുഷ്യർക്ക് അവിടേക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ അവിടെയും കഴിയുവാൻ ഇടവരും. സ്തോത്രം. നമുക്കറിയാമല്ലോ, യാഗപീഠത്തിന്മേൽ അവിടെ ആയിരിക്കുന്ന പുരോഹിതൻ ജനത്തിന്റെ പാപത്തിന് വേണ്ടി മൃഗങ്ങളെയും പക്ഷികളെയും അവര് അല്ലെങ്കിൽ പാപപരിഹാരത്തിനായി കൊണ്ടുവന്ന മൃഗമായിക്കോട്ടെ അത് പക്ഷിയായിക്കോട്ടെ അവരതിനെ കൊന്ന് അതിന് രക്തമൂറ്റി അതിന്റെ മാംസം എടുത്തോടെ യാഗം കഴിക്കുമ്പോൾ അവിടെ സ്തോത്രം അഗ്നിനാളങ്ങൾ അവിടെ കത്തി ഉയരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. സ്തോത്രം. നമുക്കറിയാം, എത്രയോ ജനത്തിന് വേണ്ടിയാണ് യെരൂശലേം ദേവാലയത്തിൽ അവിടെ യാഗപീഠത്തെങ്കിൽ ഓരോ നിമിഷങ്ങളും മൃഗങ്ങളും പക്ഷികളും യാഗമായി തീർന്നത്. പുരോഹിതന്മാർക്ക് ഇരിക്കാൻ പോലും സമയം കാണത്തില്ല. സ്തോത്രം സ്തോത്രം. അങ്ങനെയാണെങ്കിൽ അഗ്നിനാളം കത്തിയൊലിക്കുന്നിടത്ത് അല്ലെങ്കിൽ അതിന്റെ ധുവം കൊണ്ട് നിറയുന്നിടത്ത് ഒരു പക്ഷിക്ക് കൂട് കൂട്ടുവാൻ കഴിയുമോ? ഒരിക്കലും കഴിയത്തില്ല. സ്തോത്രം സ്തോത്രം. നോയിക്കേ, ബലഹീനമായിരിക്കുന്ന പക്ഷികൾ ഈ സമാധാനം കൊണ്ട് നിറഞ്ഞിരിക്കുന്നിടത്ത് കൂട് കൂട്ടുവാൻ അവരാഗ്രഹിക്കുന്നുവെങ്കിൽ പ്രിയമുള്ള സമാധാനം കിട്ടാൻ നമ്മൾ അലയുമ്പോൾ
നമ്മക്ക് ഓടി വന്ന സമാധാനത്തിനായി സ്തോത്രം മുട്ടുമടക്കുവാൻ ആശ്രയിപ്പാൻ ദൈവം നമുക്കായി ഒരുക്കി യാഗപീഠമല്ലാതെ വേറെ ഹല്ലേലൂയ. സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രശ്നമായിക്കോട്ടെ, ഏത് രോഗമായിക്കോട്ടെ, ഏത് സ്തോത്രം വ്യാകുലതയായിക്കോട്ടെ, നിനക്കായി യാഗപീഠത്തിന് അടുക്കൽ ഓടി വന്ന് അണയുവാൻ കഴിയുന്നുവെങ്കിൽ നിന്റെ പ്രശ്നത്തിന് പരിഹാരം കണ്ടുകൊണ്ട് അവിടുന്ന് മടങ്ങിപ്പോവാൻ കഴിയും. നമുക്കറിയാമല്ലോ, ഓരോരുത്തരെ യഹൂദന്മാർ ഓരോരുത്തരെ പാപത്തിന് വേണ്ടി സ്തോത്രം പാപ പരിഹാരത്തിന് വേണ്ടി അവരെ മൃഗങ്ങളെ കൊണ്ടുവന്ന് പക്ഷികളെ കൊണ്ടുവന്ന് യാഗം കഴിച്ച് അവരെ സന്തോഷത്തോടെ മടങ്ങിപ്പോകുന്ന കാരണം എന്താണ്? അവർ ചെയ്തു പോയ എല്ലാ പ്രശ്നം അങ്ങനെ പരിഹാരം വന്നുള്ള വിശ്വാസത്തെ കടന്നുപോകുക. അവർ രോഗത്താൽ വലയുമ്പോൾ, അവർ ജീവിതത്തിൽ സ്തോത്ര സമാധാനമില്ലാതിരിക്കുമ്പോൾ, അവർ ചെയ്ത പാപത്തെ ഓർത്തിട്ട് ആ പാപത്തിന് പരിഹാരമായി യാഗപീഠത്തിൽ കടന്നു വന്ന് അവർ യാഗം കഴിച്ച് അവർ മടങ്ങി പോകുമ്പോൾ അവർ സന്തോഷമുള്ളവരായി, അവർ സമാധാനമുള്ളവരായി, അവർ സൗഖ്യം പ്രാപിച്ചതായി മടങ്ങി പോകുന്നു. നമ്മുടെ ജീവിതത്തിലും നമുക്കറിയാമല്ലോ, കർത്താവ് യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച യാഗപീഠമുണ്ട്. ആ ക്രോസിന്റെ അരികെ നീ കടന്നു വന്നു കഴിഞ്ഞാൽ നിന്റെ ഏത് പ്രശ്നമായിക്കോട്ടെ, നിന്റെ ഏത് പ്രതികൂലമായിക്കോട്ടെ, നിന്റെ ഏത് ആവശ്യമായിക്കോട്ടെ, ആ യാഗപീഠത്തിന് അരികെ കടന്നു വന്ന് അവനിലേക്ക് നോക്കി കരയുവാൻ കഴിയുന്നുവെങ്കിൽ, ഒന്ന് നിലവിളിക്കുവാൻ കഴിയുന്നുവെങ്കിൽ, സ്തോത്രം സ്തോത്രം, നീ സമാധാനം പ്രാപിച്ച്, നീ സൗഖ്യം പ്രാപിച്ച്, നീ സ്തോത്രം വിടുതൽ പ്രാപിച്ച് മടങ്ങി പോവാൻ കഴിയും. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, കർത്താവ് യേശു ക്രിസ്തു യാഗമായി തീർന്നത് എന്റെയും നിങ്ങളെയും ഓരോരുത്തരെയും പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയാ. സ്തോത്രം. ആ യാഗപീഠത്തെങ്കിൽ കടന്നു വന്ന് നമ്മെ ഒന്ന് സമർപ്പിക്കുവാൻ കഴിയുന്നുവെങ്കിൽ, സ്തോത്രം നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ ഒന്ന് ഏറ്റുപറയാൻ കഴിയുന്നുവെങ്കിൽ, സ്തോത്രം നമ്മുടെ ഏത് പ്രശ്നമായിക്കോട്ടെ, നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത, നീ എത്ര ഓടിയിട്ടും പരിഹരിക്കാൻ കഴിയാത്ത ഏത് വിഷയമായിക്കോട്ടെ, ആ യാഗപീഠത്തെങ്കിൽ നിനക്ക് പരിഹാരം കണ്ടെത്തുവാൻ കഴിയും. സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം, ഈ ലോകത്തിന് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നമുണ്ട്. എന്നാൽ ദൈവത്തിന് സന്നിധിയിൽ അസാധ്യമായത് ഒന്നുമില്ല. യഹോവ തന്നെ അരുളിച്ചെയ്തിരിക്കുന്നത്. യഹോവയെ കഴിയാത്ത കാര്യങ്ങളുമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ ബലഹീനമായിരിക്കുന്ന പക്ഷി സമാധാന സന്തോഷത്തോടെ യാഗപീഠത്തിന് കടന്നു വന്ന് കൂട് കൂട്ടുവാൻ, കാരണം അവർക്ക് മരണം വരെയും അവർക്ക് ജീവിക്കാൻ സമാധാനത്തോടെ അവർ ആഗ്രഹിക്കുമ്പോൾ, ഈ പക്ഷികൾക്ക് വേണ്ടിയാണ് യാഗപീഠം ദൈവം ഒരുക്കിയത്? അല്ല, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ദൈവമാണ് യാഗപീഠം ഒരുക്കിയത്. അവിടെ കടന്നു വന്ന് ആരാധന കഴിക്കുവാൻ, യാഗം കഴിക്കുവാൻ ദൈവം നമുക്ക് വേണ്ടി യാഗപീഠം ഒരുക്കി വച്ചപ്പോൾ അവിടെ മനുഷ്യന് കടന്നു വരാൻ ആഗ്രഹമില്ല, അവിടെ പക്ഷികൾ വന്ന് കൂട് കൂട്ടുന്നത്. സ്തോത്രം. അങ്ങനെയാണ് പ്രിയമുള്ളവരെ, ഈ വർഷത്തിന്റെ അവസാന നിമിഷം വരെ സ്വർഗം നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? നാം പോലും ചിന്തിക്കാത്ത നിലയിൽ ദൈവം നമ്മെ നടത്തിയില്ലേ? നമ്മെ ശക്തീകരിച്ചില്ല, ബലപ്പെടുത്തിയില്ല. അങ്ങനെയാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി യാഗപീഠത്തിന് മുമ്പാകെ കടന്നു വന്ന് ദൈവത്തിന് നന്ദി കരയറ്റുവാൻ, സ്തുതിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അത് ദൈവത്തോട് ചെയ്ത വലിയ അനീതിയാണ്. എത്രയോ നന്മകൾ നാം അനുഭവിച്ചോ, എത്രയോ വിടുതൽ നാം അനുഭവിച്ചോ. നമ്മേക്കാൾ കഴിവും പ്രാപ്തിയുമുള്ളവർ, സമ്പത്തുള്ളവർ ഈ ലോകത്തെ പ്രയാസപ്പെടുമ്പോൾ, ബുദ്ധിമുട്ടുമ്പോൾ, ലോകത്താൽ വ്യാകുലപ്പെടുമ്പോൾ, അടുത്ത നിമിഷം എന്തായിത്തീരുമെന്ന് ഭാരപ്പെടുമ്പോൾ, സ്വർഗത്തിലെ ദൈവം നമ്മെ ശക്തീകരിച്ചപ്പോൾ, സ്വർഗത്തിലെ ദൈവം നമ്മെ ബലപ്പെടുത്തിയപ്പോൾ, ആ കർത്താവ് യേശു ക്രിസ്തു ഒരിക്കലായി കണ്ട് യാഗപീഠത്തിന് അരികെ കടന്നു വന്ന് ഒന്ന് നന്ദി കരയറ്റുവാൻ, ഒന്ന് സ്തോത്രം ചെയ്യുവാൻ, ഒന്ന് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ എത്രയോ പരിതാപകരമാണ് നമ്മുടെയൊക്കെയും ജീവിതം. ഈ ഭൂമിയിൽ ഏറ്റവും ബലഹീനമായിരിക്കുന്ന പക്ഷികൾ സ്തോത്രം ഈ കർത്താവ് ദൈവത്തിന്റെ യാഗപീഠത്തിന് കടന്നു വന്ന് കൂട് കൂട്ടുവാൻ ആഗ്രഹിക്കുമ്പോൾ, ദൈവം നമുക്കായി ഒരുക്കി യാഗപീഠത്തിൽ നമ്മൾ കടന്നു വരുവാനോ ഇരിക്കുവാനോ അല്പസമയം ചെലവഴിക്കുവാനോ കഴിയാതെ പോകുന്നത്. സ്തോത്രം. സ്വർഗം നമ്മെ നോക്കി ദുഃഖിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, എന്താണ്? സുവിശേഷം 8:20 വായിക്കുമ്പോൾ, ഒരു നരകത്തെ കുഴിയും പറവുകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രനോ തലചായിപ്പാൻ ഇടമില്ല. സ്തോത്രം. അവിടെ നമ്മൾ വായിക്കുമ്പോൾ ഒരു ശാസ്ത്രി വന്ന്
കർത്താവിനോട് പറയുകയാണ്, ഞാൻ നിന്നെ നീ എവിടെ പോയാലും അനുഗമിക്കുമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് തിരിച്ചു പറഞ്ഞതാ, കുറുനടികൾക്ക് വഴിയുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രനെ തലചായിപ്പാൻ ഇടമില്ല. കാരണം കർത്താവിന്റെ പുറകെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഒന്നിനും ബുദ്ധിമുട്ടില്ല, ഒരു ഭാരമില്ല, പ്രയാസമില്ലെന്ന് അവൻ ചിന്തിച്ചോ. അതുകൊണ്ട് കർത്താവിനോട് പറയാ, എന്താണ് അത് വായിച്ചത്? കൊടുനരികൾക്ക് കുഴികളും ആകാശീയ പറവകൾക്ക് കൂടുകളും ഉണ്ട്, മനുഷ്യപുത്രനോ തലചായിപ്പാൻ ഇടമില്ല എന്ന് പറഞ്ഞു. ശിഷ്യന്മാരും വേറൊരുത്തനവരോട്, എന്നാൽ യേശു തന്റെ ചുറ്റും വളരെ പുരുഷാർത്ഥത്തെ കണ്ടാറെ അക്കരയ്ക്ക് പോകാൻ കൽപ്പിച്ചു. അന്ന് ഒരു ശാസ്ത്രി അവന്റെ അടുക്കൽ വന്ന്, ഗുരു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞു. ശേഷവരോട് കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവകൾക്ക് കൂടുകളും ഉണ്ട്, മനുഷ്യപുത്രനോ തലചായിപ്പാൻ ഇടയില്ല. അവിടെ കർത്താവ് മറുപടി ഒന്നും പറഞ്ഞില്ല. എന്നാൽ താപ്പോട്ട് വായിക്കുമ്പോൾ ഒരു മനുഷ്യനെ കൂടെ പറയുന്നുണ്ട്, ഞാൻ എന്താണ് എൻ്റെ അപ്പനെയും അമ്മയെ മടക്കിയിട്ട് ഞാൻ മടക്കി വന്ന് നിന്നെ അനുഗമിക്കാന്ന് പറഞ്ഞ്. അപ്പോൾ കർത്താവിനോട് പറയാ, നീ എന്നെ അനുഗമിക്കാം, മരിച്ചവരെ അടക്കട്ടെ. ഇവിടെ നമ്മുടെ ജീവിതത്തിൽ നാം ഒരു കാര്യം തിരിച്ചണം, കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങിത്തിരിച്ചത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഭാരമില്ല, പ്രയാസമില്ല. സ്തോത്രം. എന്താണ്? എപ്പോഴും സന്തോഷമായിരിക്കും, എപ്പോഴും അനുഗ്രഹമായിരിക്കും, എപ്പോഴും ഒന്നിനും കുറവില്ലെന്ന് നാം ചിന്തിച്ചു പോകരുത്. കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ കർത്താവ് നമ്മളെ ഓരോ നിമിഷവും നമ്മളെ പണിതുകൊണ്ടിരിക്കും. നമ്മുടെ വിശ്വാസം എങ്ങനെയാണ്, നമ്മുടെ നടപ്പ് എങ്ങനെയാണ്, നമ്മുടെ ജീവിത ശൈലി എങ്ങനെയാണ്. സ്തോത്രം. അതിൽ ക്ഷീണിച്ചു പോകാതെ, മടുത്തു പോകാതെ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ കർത്താവിനെ അനുഗമിപ്പാൻ കഴിയത്തുള്ളൂ. ഈ ശാസ്ത്രി ചിന്തിച്ചൊരു കാര്യമുണ്ട്, കർത്താവിന്റെ പുറകെ ഇറങ്ങിത്തിരിച്ചാൽ ആഹാരമുണ്ട്, രോഗസൗഖ്യമുണ്ട്. സ്തോത്രം. ഒരു കാര്യത്തിലും ബുദ്ധിമുട്ടില്ല, പ്രയാസമില്ല. അതുകൊണ്ട് കർത്താവിനെ എങ്ങനെ അനുഗമിച്ച് നടന്നാൽ സ്തോത്രം ഒരു ഭാരമില്ല, പ്രയാസമില്ലാതെ ഈ ഭൂമിയിൽ കഴിഞ്ഞുകൂടാമെന്ന് കർത്താവ് പറയാ. കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവകൾക്ക് പറവെ ആകാശവും ഇരിക്കുമ്പോൾ മനുഷ്യപുത്രന് തലചായിപ്പാൻ പോലും ഇടയില്ലെന്ന് പറഞ്ഞ് സ്തോത്രം അവനോട് പറയുവാൻ തക്കവണ്ണം ഇടയായിരുന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് തലചായിക്കുവാൻ ഈ ഭൂമിയിൽ ഒരിടമില്ലെങ്കിലും സ്തോത്രം എബ്രായർ 4:16 വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നുണ്ടെന്ന് വായിച്ചേ. എബ്രായർ 4:16. അതുകൊണ്ട് അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. നമുക്കറിയാം, യാഹോവയുടെ നമുക്കായി സ്വർഗം ഒരുക്കിയത് നമ്മളോട് കരുണ കാണിക്കുവാൻ, നമ്മളോട് കൃപ കാണിക്കുവാൻ, ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ മേൽ ചൊരിയുവാൻ വേണ്ടി യാഹോവീഠം അവിടെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചപ്പോൾ, എന്നാൽ സ്തോത്രം പഴയ നിയമത്തിൽ ആർക്കും എത്ര പെട്ടെന്ന് യാഗപീഠത്തെ അടുക്കുവാൻ കഴിയത്തില്ല. പാപത്തിന് പരിഹാരം വരുത്തിയ ശേഷമേ അവിടോട്ട് അടുക്കുവാൻ കഴിയത്തുള്ളായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ കടന്നു വന്നപ്പോൾ കർത്താവ് യേശു ക്രിസ്തു തന്റെ ശരീരമാകുന്ന ശിരസ്സീല നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടതിന്റെ ഫലമായിട്ട് സ്തോത്രം ഏവർക്കും അവനോട് വരുന്നു. സ്തോത്രം. എഫേസ്യർ ലേഖനം 2-ാം അധ്യായം നമ്മൾ കാണുന്നുണ്ട്. സ്തോത്രം. 13 മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായിത്തീർന്നു. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിനെ ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനായി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി, അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. മുമ്പേ നമ്മൾ ദൂരസ്ഥരായിരുന്നു. ദൈവത്തോട് അടുക്കുവാൻ, യാഗപീഠത്തിൽ അടുക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ലായിരുന്നു. കർത്താവ് യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച യാഗത്തിന്റെ ഫലമായിട്ട് ഏതു മനുഷ്യനും കടന്നു വന്ന് അടുത്ത് അവിടെ പ്രശ്നത്തിന് പരിഹാരം കൊണ്ട് മടങ്ങിപ്പോവാൻ ദൈവം നമുക്ക് സാഹചര്യം ഒരുക്കിയപ്പോൾ ലേഖനം പറയുക,
നിങ്ങൾ ധൈര്യത്തോടെ കൃപാസനം അടുത്ത് വരിക. Praise the കാരണം Lord. അവിടെ തത്സമയത്ത് നിങ്ങളെ സഹായിപ്പാനും Hallelujah. നിങ്ങളോട് കരുണ കാണിപ്പാനും ദയ കാണിപ്പാനും കഴിവുള്ള ഒരു ദൈവം നമുക്ക് വേണ്ടി ഉള്ളത് കൊണ്ട് പ്രിയമുള്ളവരെ നാം ധൈര്യത്തോടെ Praise the Lord. വിശ്വാസത്തോടെ Hallelujah. നമുക്കായി ഒരുക്കിയ കർത്താവ് യേശു ക്രിസ്തു നമുക്കായി ഒരുക്കിയ യാഗപീഠ അടുക്കൽ കടന്നു വന്നാൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനം കാണും. നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥത അനുഭവിക്കാൻ തക്കവണ്ണം ഇടയായി തീരും. സ്തോത്രം. കർത്താവ് നമുക്ക് വേണ്ടി യാഗമായിട്ടുള്ളത് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം വരുവാൻ വേണ്ടിയാ. Praise the Lord. നമ്മുടെ പാപത്തിന് പരിഹാരം വരുവാൻ വേണ്ടിയാ. നമ്മുടെ രോഗത്തിന് സൗഖ്യം വരുത്തുവാൻ വേണ്ടിയാ. നമ്മുടെ സ്തോത്രം നമ്മെ പിടിപ്പിക്കുവാൻ വേണ്ടി കർത്താവ് യേശു ക്രിസ്തു കാൽവരി ബന്ധിക്കപ്പെട്ടുവെങ്കിൽ, കാൽവരി കുഞ്ഞ് തകർക്കപ്പെട്ടുവെങ്കിൽ, പ്രിയമുള്ളവരെ അവൻ നമുക്കായി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചുവെന്ന് നാം ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അത് വിടുതലായി വ്യാപരിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ടും ആ വിശ്വാസത്തോടെ നാം കടന്നു വന്ന് ദൈവത്തിന്റെ പാതകൾ മുട്ടുമടക്കുമ്പോൾ നമ്മുടെ ഏത് ആവശ്യമായിക്കോട്ടെ, നമ്മുടെ ഏത് പ്രശ്നമായിക്കോട്ടെ, ഏത് വ്യാകുലയായിക്കോട്ടെ, അതിന്മേൽ സ്വർഗം നമുക്ക് വേണ്ടി മറുപടി തന്നെ നമ്മെ പിടിപ്പിച്ച് നമ്മെ സമാധാനത്തോടെ മടക്കി അയക്കുവാൻ തക്കവണ്ണം ഇടയായിട്ടും. അത് മാത്രമല്ല, 10-ാം അധ്യായം 19 തൊട്ട് വായിക്കുമ്പോൾ അതിന് 22-ാം വാക്യം വായിച്ചു. 10-ാം അധ്യായം 22-ാം വാക്യം. ഞാൻ ദുർമനസ്സാക്ഷി നീങ്ങുമാർ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തിടുക. വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് നിങ്ങളെ പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തുവാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിന് പൂർണ്ണ നിശ്ചയം ഉണ്ടായിരിക്കണം. നല്ല വിശ്വാസം ഉണ്ടായിരിക്കണം. വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇവിടെ പറയണം. അടുത്ത വാക്യം വായിക്കുമ്പോൾ പ്രത്യാശിയുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മോട് വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണെന്ന് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ പൂർണ്ണ നിശ്ചയത്തോട് അടുത്ത് വരുമ്പോൾ, ആ യാഗപീഠ അടുക്കുമ്പോൾ ദൈവം നമ്മെ വിടുവിക്കുവാൻ, ദൈവം നമ്മെ ശക്തീകരിക്കുവാൻ, ദൈവം നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം വരുത്തി വിടുവിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ടും. ഈ ലോകത്തിലെ ബലഹീനമായ പക്ഷികൾ യഹോവയുടെ യാഗപീഠത്തിങ്കൽ ആശ്രയിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ നാം അവരെക്കാൾ ബലമുള്ളവരാ. നമ്മുടെ ബലത്തിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചു അവൻ നമുക്ക് വേണ്ടി വഴികളെ തുറക്കും. അതുകൊണ്ട് 5-ാം വാക്യത്തിൽ വായിക്കുന്നത് ബലത്തിനുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെ ഉള്ള മനസ്സിൽ സിയോനിലേക്കുള്ള പരിപാടികളുണ്ടാകും. സ്തോത്രം, സ്തോത്രം. സ്വന്തം ബലത്തിൽ ആശ്രയിക്കാതെ, സ്വന്തം കഴിവിൽ ആശ്രയിക്കാതെ, സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചാൽ, ദൈവമാണ് എന്റെ ബലമെന്ന് പറഞ്ഞാൽ, ദൈവമാണ് എന്റെ എല്ലാം എന്ന് പറഞ്ഞാൽ, ദൈവമാണ് എനിക്ക് സർവ്വം എന്ന് പറഞ്ഞാൽ, ആ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി എന്താണ് ദൈവം ഒരുക്കുന്ന വഴി? എന്താണ്? പെരുവഴിയാ. നമ്മൾ പോലും ചിന്തിക്കാത്ത, നമ്മൾ പോലും നനയ്ക്കാത്ത വഴികൾ സ്വർഗം നമുക്ക് വേണ്ടി ഒരുക്കും. കാരണം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ പൂർണ്ണ നിശ്ചയം പ്രാണ്ട് ആ വിശ്വാസത്തോട് അടുത്ത് വരുന്നവർക്ക് ദൈവം ഒരുക്കുന്ന വഴി പെരുവഴികളായിരിക്കും. മനസ്സിൽ പോലും ചിന്തിക്കാത്ത, മനസ്സിൽ പോലും നനയ്ക്കാത്ത വഴികൾ ദൈവം അവർക്ക് വേണ്ടി ഒരുക്കും. സ്തോത്രം. നമ്മുടെ സങ്കീർത്തന പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് 147:10 വായിക്കുമ്പോൾ, അശ്വബലത്തിൽ ദൈവത്തിന് ഇഷ്ടമല്ല, പുരുഷന്റെ പ്രസാദിക്കുന്നില്ല. അശ്വബലത്തിലും നമ്മുടെ ബലത്തിലും പ്രസാദിക്കാത്തൊരു ദൈവം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബലത്തിൽ നാം പ്രസാദിക്കുന്നുവെങ്കിൽ, നമ്മൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ദൈവം നമ്മോട് പ്രസാദം കാണത്തില്ല. നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ഞാൻ ഒന്നിനും കഴിവില്ലാത്ത വ്യക്തിയാണ്, എന്നെ കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയത്തില്ല. എന്റെ ദൈവം എന്റെ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ കഴിവുള്ള ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മുടെ ഏത് പ്രശ്നമാണെങ്കിലും ദൈവം അതിന് പരിഹാരം കണ്ടെത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമ്മളറിയാം 20-ാം സങ്കീർത്തനം 7-8 വായിക്കുമ്പോൾ ചില രഥങ്ങളിലും കുതിരകളും ആശ്രയിക്കുന്നു എന്ന് വായിച്ചേ. സങ്കീർത്തനം 20-7. ചില രഥങ്ങളിലും ചില കുതിരകളിലും ആശ്രയിക്കുന്നു,
ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തേക്ക് ഉയർത്തിക്കും. അവർ കുനിഞ്ഞു വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. നോക്കിയേ, രഥങ്ങളും കുതിരകളും ആശ്രയിക്കുന്നവർ എന്താണ്? അവരെ കുനിഞ്ഞ് വീണുപോയി. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മെ വിളിച്ചത് വീണുപോകാൻ വേണ്ടിയാണ് വിളിച്ചത്, അല്ല. വാഗ്ദത്തം പ്രാപിക്കാൻ വേണ്ടിയല്ല നമ്മെ വിളിച്ചത്. Praise the Lord. നമ്മെ വിളിച്ചതൊക്കെ ഈ രഥങ്ങളും കുതിരകളുമാണ് നമ്മെ വിളിച്ചത്. അല്ല. ഈ ലോകത്തിന്റെ ശക്തിയാണ് നമ്മെ വിളിച്ചത്, ഈ ലോകത്തിന്റെ ദൈവമല്ല നമ്മെ വിളിച്ചത്. നമ്മെ വിളിച്ചത് സർവശക്തനായ ദൈവത്തിൽ നാം ആശ്രയിക്കുമ്പോൾ അവൻ നമ്മെ വിടുവിക്കുവാൻ തക്കവൻ ശക്തനായി തീരും. കാരണം നമ്മുടെ ആശ്രയം മാറി പോകുന്നത് കൊണ്ടാണ് ദൈവം നമുക്ക് വേണ്ടി ഒന്നും പ്രവർത്തിക്കാതെ മാറി നിൽക്കുന്നത്. കാരണം ദൈവത്തിന് അറിയണം, നിങ്ങൾ എന്നിൽ ആശ്രയിക്കുന്ന മകനാണ്, മകളാണ്, സ്തോത്രമാണെന്ന് തിരിച്ചറിയുമ്പോൾ, അത് നമ്മൾ ബോധ്യപ്പെടുമ്പോൾ, ദൈവത്തിന് ബോധ്യപ്പെടുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി കരം നീട്ടും. അതുവരെ ദൈവം അനങ്ങാതെ ഇരിക്കും. സ്തോത്രം. പ്രിയമുള്ള പരിശുദ്ധം ആരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ആ ബോധ്യം ദൈവത്തിന് കിട്ടാതെ നിനക്ക് വേണ്ടി ദൈവം ഒന്നും ചെയ്യത്തില്ല. സ്തോത്രം. ദൈവത്തിങ്കിൽ പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ നീ ഇടത്തോട്ടോ വലത്തോട്ടോ പോകാതെ സ്തോത്രം ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ ദൈവം അവിടുന്ന് കരം നീട്ടി നിന്റെ ഏത് പ്രശ്നമായിക്കോട്ടെ, ഏത് പരിഹാരമില്ലാത്ത പ്രശ്നമായിക്കോട്ടെ, അവിടുന്ന് സ്വർഗം നിനക്ക് മറുപടി നൽകും. കുതിരകളും ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ നിന്റെ പ്രശ്നത്തിൽ ഒരിക്കലും പരിഹാരം വരത്തില്ല. പരിശുദ്ധ ആത്മാവ് വചനത്തിലൂടെ ഈ പ്രശ്നം മറുപടി നൽകുന്നത്. നീ രഥങ്ങളും കുതിരകളും ആശ്രയിക്കാതെ യഹോവയുടെ യാഗപീഠത്തിൽ നിന്ന് കടന്നു വന്ന് മുട്ടുമടക്കി ദൈവത്തോട് നിലവിളിച്ചു കഴിഞ്ഞാൽ സ്തോത്രം നിനക്ക് മറുപടി നൽകും. നമുക്കറിയാം, യാക്കോബിനോട് ഒരു കാര്യം പറഞ്ഞു, യാക്കോബേ നീ പോയി, നിനക്ക് ദർശനത്തിൽ ഞാൻ ഇടപെട്ട ഇടത്ത് പോയി യാഗപീഠം കഴിക്കുവാൻ പറഞ്ഞു. എന്നാൽ യാക്കോബ് ശേഖോമിൽ പോയി അവിടെ പാർത്തു. നമുക്കറിയാം, ലേവിയും ശിമയോനും കൂടെ എന്ത് ചെയ്ത് ശേഖോന നിവാസികളെയെല്ലാം വെട്ടിക്കൊന്നു കളഞ്ഞു. അതിലെ 34 അധ്യായം 30 വാക്യം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നുണ്ട്, യാക്കോബ് ഇപ്രകാരം പറഞ്ഞു, നിങ്ങളെല്ലാം കൂടെ എന്നെ നാട്ടിച്ചു. നാട്ടിക്കാൻ കാരണം എന്താണ്? യാക്കോബിനോട് ദൈവം പറഞ്ഞ സ്തോത്രം വചനം അവൻ നിവർത്തിച്ചില്ല, അനുസരിച്ചില്ല. ഫലമായിട്ട് ശേഖോമിൽ പോയി പാർത്തതിന്റെ ഫലമായിട്ട് ശിമയോനും ലേവിയും കൂടെ ശേഖോം നിവാസികളെ വെട്ടി വാളിന് കൊന്നുകളഞ്ഞു. കാരണം നമുക്കറിയാമല്ലോ, തന്റെ അവിടെ ഏക സഹോദരിയ ദീനയെ അവർ വഷളാക്കി കളഞ്ഞതിന്റെ ഫലമായിട്ട്. എന്നാൽ യാക്കോബിനത് നാട്ടമായിട്ടാണ് തീർന്നത്, യാക്കോബിന് ഭാരമായി തീർന്നു. 35 1 വാക്യം വായിക്കുമ്പോൾ യാക്കോബിനോട് ദൈവം പറയുക, നിനക്ക് ഞാൻ പ്രത്യക്ഷപ്പെട്ട് അടുത്ത് പോയി നീ അവിടെ പോയി യാഗപീഠം പണിയുക. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവം നമ്മോട് പറഞ്ഞത് അനുസരിക്കാതെ നാം എവിടെ പോയാലും എന്തൊക്കെ ചെയ്താലും അത് സ്തോത്രമോ നമ്മുടെ ജീവിതത്തിൽ അത് നാറ്റമായി വമിക്കുവാൻ തക്കവണ്ണം ഇടയായിരുന്നു. 35 ഒന്ന് വായിക്കുമ്പോൾ യാക്കോബിന് തനിക്ക് പ്രത്യക്ഷപ്പെട്ടിടത്ത് തന്റെ മക്കളെയും കൂട്ടിപ്പോയി യാഗപീഠം ഉണ്ടാക്കി ദൈവത്തിന് ആരാധന കഴിച്ചു. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നാം ദൈവത്തോട് ചെയ്ത വ്യവസ്ഥ ലംഘിച്ച് സ്തോത്രം മാറിപ്പോയാൽ അത് നമ്മുടെ ജീവിതത്തിന് നാറ്റമായി തീരും. അതിന് പ്രശ്നത്തിന് പരിഹാരം വരുത്താതെ ഒരിക്കലും ദൈവം നമ്മെ വിടുവിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ യാഗപീഠത്തിൽ കടന്നു വന്ന് യാഗം കഴിക്കേണ്ടവർ, പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടവർ രഥങ്ങളും കുതിരകളും ആശ്രയിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ജീവിതം ഭാരമായി തീരും, അത് പ്രയാസമായി തീരും. അവർക്ക് അവിടെ തലകുണിക്കേണ്ടതായിട്ട് വരും. യാക്കോബ് തലകുണിച്ചതുപോലെ നാമും തലകുണിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ള പരിശുദ്ധമായ പ്രശ്നം പറയുന്നത്, നീ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചാൽ നിന്റെ ഏത് പ്രശ്നത്തിനും നിന്റെ ഏത് വ്യാകുലതയ്ക്കും അവൻ പരിഹാരം വരുത്തുവാൻ കഴിവുള്ള ദൈവമാണെന്ന് ഒരു പ്രാവശ്യം കൂടെ ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും. നമ്മുടെ ഉണ്ടല്ലോ, ഇപ്പൊ മുന്നേ സാക്ഷ്യം പങ്കെടുക്കാൻ ആവശ്യം അവരെ തന്നെ സമർപ്പിച്ച് സാക്ഷ്യം